ഹായ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മളെ മാർക്കറ്റ് മൈൻഡ്സിൻ്റെ ഫോർഡബിൾ ആൻഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് കൂടാതെ ഇൻവെസ്റ്റിംഗ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 20,000 റുപ്പീസ് ഒക്കെ വരുന്ന കോഴ്സ് തന്നെയാണ് നമ്മളിവിടെ ഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്, ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം വാട്ട് മാർക്കറ്റ് മൈൻഡ്സ് ഓഫേഴ്സ്, നിങ്ങൾക്ക് മാർക്കറ്റ് മൈൻഡ്സ് എന്താണ് തരുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ 20,000 നേരത്തെ പറഞ്ഞ പോലെ 20,000 റുപ്പീസ് വരുന്നൊരു കോഴ്സ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു 499 റുപ്പീസ് മാത്രമാണ് അതിന് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കർ, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. ഓക്കെ, കാരണം നമുക്ക് ഇത്രയും രൂപൻ്റെ ഒരു കോഴ്സ് നമുക്ക് 499 കൊടുക്കാൻ നമുക്ക് ആലിസ് ബ്ലൂ ആണ് നിങ്ങളെ സഹായിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു 499 എന്ന് പറഞ്ഞ പ്രൈസിന് കിട്ടാൻ കാരണം ആലിസ് ബ്ലൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ആലിസ് ബ്ലൂ യൂസ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഈ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, ഓൾമോസ്റ്റ് 499 കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ കോഴ്സ് എടുത്താൽ എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് അടുത്തത്. ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NISM മെൻറ്റർ ഗൈഡൻസ് ഉണ്ടാവും, കൂടാതെ ഡെയിലി ട്രേഡിംഗ് വിത്ത് മെൻറ്റർ, ഇൻഡിവിജ്വൽ ഡബ് ക്ലിയറിംഗ് സെഷൻസ്, ന്യൂസ് അപ്ഡേറ്റ്, ട്രേഡിംഗ് കോൾസ് ആൻഡ് ടിപ്സ് എല്ലാം തന്നെ മലയാളത്തിലും ആയിരിക്കും. ഓക്കെ, അതായത് NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം തന്നെ ഡെയിലി ലൈവ് ട്രേഡിംഗ് വിത്ത് മെൻറ്റർ ഉണ്ടാവും, അതായത് നമ്മൾ ലൈവ് എല്ലാം തന്നെ പോകാറുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് ഒരു 1 month ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ആയിരിക്കും ഉണ്ടാവുക, ഓപ്പൺ ചാറ്റ് ബോക്സുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഥയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കഥയിലേക്ക് വരാം. ഇവിടെ ഞാനൊരു 10 ലക്ഷം രൂപയുടെ ഒരു ഷോപ്പ് ഓണറാണ്. അപ്പം എനിക്ക് തോന്നുകയാണ് നല്ല രീതിയിൽ ക്ലാസ്സും നല്ല രീതിയിൽ എന്താക്കാനായിട്ട് പറ്റും, സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതിന് കുറച്ച് എനിക്ക് മെഷീനറീസ് കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമുണ്ട്. അതിനായിട്ട് എനിക്ക് ഫണ്ട് വേണം അല്ലേ? അതിനായിട്ട് എനിക്ക് എന്ത് വേണം? ഫണ്ട് വേണം. എൻ്റെ 10 ലക്ഷം രൂപയുടെ എന്താണ് ഷോപ്പാണ്, കുറച്ചും കൂടി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എനിക്ക് ഫണ്ട് വേണം. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് 3 ടൈപ്പിൽ കിട്ടും. എങ്ങനെയൊക്കെ? ഒന്ന് ബാങ്ക് ലോൺ ആയിട്ട് കിട്ടും, 2 പേഴ്സണലി എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും, മൂന്നാമതായിട്ട് ഒരു ഇൻവെസ്റ്റർ തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻ നമുക്കുണ്ട്. ഫണ്ട് വേണമല്ലോ. അപ്പോൾ ഏകദേശം എൻ്റെ കമ്പനീൻ്റെ 1 ലക്ഷം രൂപയാണ് എനിക്ക് വേണ്ടി വരുന്നത്. അതായത് മെഷീനറീസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട്, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സെയിലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് വേണ്ടിയത് ഒരു 1 ലക്ഷം രൂപയാണ് വേണ്ടത്. അപ്പം എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഇൻ കേസ് ആ ഒരു പ്രൊജക്റ്റ് എങ്ങാനോ ഫെയിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം വരും. ബാങ്ക് ലോൺ ഞാൻ തിരിച്ചടയ്ക്കുകയും വേണം. എൻ്റെ പേഴ്സണൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം സഹിക്കണം. മൂന്നാമതൊരു ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്ററെ തേടുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റർ തേടിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ കമ്പനീൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 1 ലക്ഷം അത് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വിറ്റുകൊണ്ട് ഞാൻ പൈസ സ്വരൂപിക്കുന്ന രീതിയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ കിട്ടുക എന്നുള്ളത്. ഇതിലൂടെ എന്താ സംഭവിക്കുക വെച്ചാൽ എൻ്റെ കമ്പനിക്ക് ഉണ്ടാവുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ രൂപയ്ക്ക് അനുസരിച്ചിട്ടുള്ള എത്ര രൂപയാണ് ഞാൻ റൈസ് ചെയ്യുന്നത് ആ രൂപയ്ക്ക് അനുസരിച്ചിട്ടുള്ള ലാഭനഷ്ടങ്ങൾ അദ്ദേഹം സഹിച്ചോളും. ഓക്കെ, അപ്പം എനിക്ക് വേണ്ടിയത് 1 ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനീൻ്റെ 10% ആണ് 1 ലക്ഷം രൂപ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 1 ലക്ഷം രൂപയുടെ കറക്റ്റ് വാല്യൂ ഉള്ള ഒരു എഗ്രിമെന്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഓക്കെ, അദ്ദേഹത്തിന് കൊടുത്തു. ആളുടെ പേര് അജ്മൽ എന്നാണ്. അജ്മൽ എന്നാണ് ആളുടെ പേര്. അപ്പോൾ അജ്മലിന് എന്ത് കിട്ടും? ഞാൻ എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തു. അപ്പം എൻ്റെ കമ്പനീൻ്റെ 10% ഓണർ ആരായി? അജ്മലായി. അപ്പോൾ അജ്മൽ ഗെറ്റ് 10% പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഷോപ്പ് ജനറേറ്റർ. അതായത് ഷോപ്പ് ഉണ്ടാക്കുന്ന അഥവാ എൻ്റെ സ്ഥാപനം ഉണ്ടാക്കുന്ന 10% ഷെയറിൻ്റെ ഓണർ ആരായിട്ടുണ്ട്? അജ്മലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം തന്നെ ആ പൈസനെ കൊണ്ട് ഞാൻ വളർത്തി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഷോപ്പ് ഞാൻ വാല്യൂ ചെയ്ത് നിൽക്കുന്ന സമയത്ത് മനസ്സിലായി 20 lakhs ആയിട്ടുണ്ട് എന്ന്. നേരത്തെ 10 ലക്ഷം രൂപയുടെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 lakhs rupees ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അജ്മലിന് കൊടുത്ത ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായിട്ടുണ്ടാവും? 10% ആണല്ലോ ഞാൻ കൊടുത്തത്. ഇപ്പോൾ 20 lakhs ആണല്ലോ ക്യാപിറ്റൽ വരുന്നത്. 20 lakhs 10% എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ആയിട്ടുണ്ടാവും. അപ്പം അജ്മൽ എന്ത് ചെയ്തു?
അജ്മൽ ആ ഷെയർ വേറൊരാൾക്ക് വിറ്റു. ഓക്കെ, അജ്മൽ ആ ഷെയർ വേറൊരാൾക്ക് വിറ്റു. അപ്പോൾ അജ്മൽ എത്രയാണ് വിൽക്കുന്നത്? 2 ലക്ഷത്തിന്. കാരണം ഞാൻ 10% ആണ് കൊടുത്തത്, ആ 10%ഉം കൊടുത്തു. അപ്പോൾ അജ്മലിന് കിട്ടിയത് 2 ലക്ഷം രൂപയാണ്. അജ്മൽ എൻ്റെ അടുത്ത് ഒരു വർഷം മുന്നേ എൻ്റെ ഷെയർ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു? 1 ലക്ഷം രൂപയ്ക്കാണ്. ഇപ്പം ഏകദേശം 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആണ് അജ്മലിന് കിട്ടിയത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാം. വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്? എ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് വേർ പീപ്പിൾ ബൈ ആൻഡ് സെൽ ഷെയർസ് ഓഫ് പബ്ലിക്ലി ട്രേഡ് കമ്പനീസ്. വെൻ യു ബൈ എ സ്റ്റോക്ക് യു ആർ എസെൻഷ്യലി ഇൻവെസ്റ്റ് ഇൻ ദ കമ്പനീസ് ഫ്യൂച്ചേഴ്സ്. ഇഫ് ദ കമ്പനി ഡസ് വെൽ ദ വാല്യൂ ഓഫ് ഇറ്റ് ഷെയർ മേ ഇൻക്രീസ്. അതായത് ഇതുവരെ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ കമ്പനികൾ പബ്ലിക്ലി ട്രേഡ് കമ്പനീസിന്റെ ഷെയർസ് ബൈ ആൻഡ് സെല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും എന്താണ് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയറിന്റെ വാല്യൂ കൂടും. ഇപ്പം അജ്മൽ എന്താ ചെയ്തത്? അജ്മൽ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞു, ഫ്യൂച്ചറിലേക്കാണ് നോക്കിയത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അജ്മലിന് 2 ലക്ഷത്തിന് ആ ഷെയർ വിൽക്കാനായിട്ട് പറ്റി. യു കുഡ് മേക്ക് എ പ്രോഫിറ്റ്. ഹവർ ഇഫ് ദ കമ്പനി പെർഫോംസ് പുവർലി ദ വാല്യൂ ഓഫ് ഇറ്റ് ഷെയർ മേ ഡിക്രീസ്. അതായത് ആ കമ്പനി മോശം പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഷെയറിന്റെ വാല്യൂ കുറയും, അതിൽ കൂടെ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതുവരെയുള്ള കഥകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ പി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഇൻവെസ്റ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താക്കണം? പബ്ലിക്കിലേക്ക് അത് അറിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ ഒരു അറിയുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ കാര്യത്തിലോ പറഞ്ഞാൽ തന്നെ എനിക്ക് ഇൻവെസ്റ്റർ കിട്ടാമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പബ്ലിക്ലി ട്രേഡ് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു വലിയൊരു കമ്പനി എന്താ ചെയ്യേണ്ടത്? അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ട്രേഡിംഗ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ആ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ലിസ്റ്റ് ആവണം. ഓക്കെ, എന്നാലേ അവിടുന്ന് ആളുകൾ വാങ്ങി വിൽക്കുകയെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അപ്പോൾ എനിക്ക് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. എല്ലാ കമ്പനികൾക്കും കിട്ടില്ല. അങ്ങനെ ഇത്ര ഒരു ക്യാപിറ്റൽ വർത്തുള്ള, നെറ്റ് വർത്തുള്ള അല്ലെങ്കിൽ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനീസിനായിരിക്കും IPO ചെയ്യാനായിട്ട് പറ്റുക. IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ IPO എന്ന് പറയാം. അവിടുന്ന് പബ്ലിക്കിന് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? IPO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കമ്പനി എന്താക്കിയിട്ടുണ്ട്? IPO വഴി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് നേരെ അത് പോയിട്ട് വാങ്ങാനോ വിൽക്കാനോ ആയിട്ട് പറ്റും. ഓക്കെ, അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് വന്നിട്ട് അജ്മലിനെ പോലെ വേറെ ആർക്കെങ്കിലും വന്നിട്ട് അവിടുന്ന് വാങ്ങാനും വിൽക്കാനോ ആയിട്ട് പറ്റും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അതിനുശേഷം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് സെബി എന്നുള്ളത്. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനി മോശം പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റർ പൈസ പോകും, അല്ലെങ്കിൽ പൈസ നഷ്ടം സംഭവിക്കും അല്ലേ? അപ്പം അങ്ങനെ വരുന്ന കമ്പനികൾ നല്ലതാണോ അഥവാ മോശം കമ്പനികളാണോ എന്ന് നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യണോ, IPO ചെയ്യണോ വേണ്ടതെന്ന് പോലും തീരുമാനിക്കുന്നത് സെബിയാണ്. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ പാസ്സായാൽ മാത്രമായിരിക്കും എന്തായിരിക്കും ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആവാൻ പറ്റുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയി കഴിയണം എന്നുണ്ടെങ്കിൽ സെബിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. അപ്പോൾ സെബി എന്ന് പറഞ്ഞാൽ സെബി ഈസ് എ റെഗുലേറ്ററി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെബിന്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിന്റെ ജോലി വരുന്നത്. ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ലിസ്റ്റ് ആയി, അപ്പോൾ അവിടെ ഏതിൽ ലിസ്റ്റ് ആവണം എന്നുള്ളതുണ്ട്. അതായത് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, നമുക്ക് മെയിൻലി 2 എക്സ്ചേഞ്ച് വരുന്നുണ്ട്, NSE ആൻഡ് BSE. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കമ്പനി വേണമെങ്കിൽ NSEയിലും BSEയിലും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഏത് എക്സ്ചേഞ്ചിലാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് എക്സ്ചേഞ്ചിലാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ വൈഡ് ആയിട്ട് ആളുകൾ ഏതിലാണോ ചൂസ് ചെയ്യുന്നത് അതിൽ വേണം ലിസ്റ്റ് ചെയ്യാൻ. രണ്ടും ആളുകൾ എന്താക്കുന്നുണ്ട്? രജിസ്റ്റർ ചെയ്യുന്നു, IPO ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 മെയിൻ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NSE ആണ്. NSE പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. ഇതാണ് നമുക്ക് ഇതിൽ ഏറ്റവും മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് വരുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് നമുക്കൊരു 2000+ കമ്പനികളെ ലിസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ BSE ആണ്. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല അവിടെ നമുക്ക് 5000+ കമ്പനികൾ ലിസ്റ്റ് ആണ്. 5000+ കമ്പനികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് മുന്നേ കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കമ്പനീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ എന്താണ് കമ്പനികളും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അന്നത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള കമ്പനികളും ഉണ്ടാവും. പല കമ്പനികളും കൂട്ടി പോയിട്ടുണ്ടാവും. ഓക്കെ, ഈ BSE എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചും കൂടിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് കമ്പനി ഇതുവരെ ലിസ്റ്റ് ആവുന്ന കാര്യങ്ങൾ തന്നെ മനസ്സിലായി. കമ്പനി എങ്ങനെയാണ് ലിസ്റ്റ് ആവുന്നത്, എന്തിനു വേണ്ടിയാണ് ലിസ്റ്റ് ആവുന്നത്? എൻ്റെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ആവുന്നത്. അങ്ങനെ ലിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇനി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി നമുക്ക് അതെങ്ങനെ വാങ്ങാൻ പറ്റും? ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് എങ്ങനെ വാങ്ങാനായിട്ട് പറ്റും? നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു DMAT അക്കൗണ്ട് വേണം. രണ്ടാമത്തത് നമുക്കൊരു ബ്രോക്കർ വേണം. ഫസ്റ്റ് നമുക്ക് DMAT അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. DMAT അക്കൗണ്ട് ഈസ് എ ഡിജിറ്റൽ അക്കൗണ്ട് യൂസ് ടു സ്റ്റോർ സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ്, ബോൺസ്, മ്യൂച്വൽ ഫണ്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. ഇറ്റ്സ് ലൈക്ക് എ ഡിജിറ്റൽ ലോക്കർ ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നിങ്ങൾ വാങ്ങുന്ന നിങ്ങളെ ഷെയറുകൾ
നമുക്ക് ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആദ്യ കാലങ്ങളിൽ അറിയാൻ പറ്റും നമുക്ക് എന്താണ് ഒരു പേപ്പർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ രൂപത്തിലായിരുന്നു തരുന്നത്. ഇത് നമുക്ക് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാനുള്ള ഒരു അക്കൗണ്ട്. ഇപ്പം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെ ഷെയറുകൾ അതേപോലെ ബോണ്ടുകൾ മ്യൂച്വൽ ഫണ്ട് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ബ്രോക്കർ കീഴിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നത് ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കറാണ്. നിങ്ങൾക്ക് അത് എന്താക്കാം ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നമ്മൾ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഓൾമോസ്റ്റ് 499 മാത്രമാണ് അതിന് ചാർജ് വരുന്നത്. എൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ ഫ്രീ ആണ്. അതെല്ലാം പറഞ്ഞ് നമുക്ക് കോഴ്സിന് ചാർജ് വരുന്നത് 499 മാത്രമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇനി ബ്രോക്കർ എന്താണെന്ന് നോക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബ്രോക്കർ വരുന്നുണ്ട്. ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കർ വരുന്നുണ്ട്, രണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കർ വരുന്നുണ്ട്. ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ HDFC സെക്യൂരിറ്റീസ്, ICICI ഡയറക്റ്റ്, മോട്ടിലാൽ ഓഷ്വാൾ ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സാണ്. ഇവർ കൂടുതലായിട്ട് എന്താ നോക്കുക, ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സ്റ്റോക്ക് മേടിച്ചോളൂ, ഈ സ്റ്റോക്ക് മേടിച്ചോളൂ എന്നൊക്കെ പറയാൻ ഇവർക്ക് അധികാരമുണ്ട്. ഇവർ രജിസ്റ്റേഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിനനുസരിച്ചുള്ള കമ്മീഷനും ഈടാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ഒരുപാട് അധികം ഒന്നും നമ്മളെ എക്സ്പെൻസ് ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ബ്രോക്കേഴ്സ്, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ചാർജസ് വളരെ കുറവായിരിക്കും. അതാണ് ഇവരുടെ ബെനിഫിറ്റ്. കൂടാതെ നമ്മളായിരിക്കണം നമ്മൾ സ്കിൽഡ് ആയിരിക്കണം. അതായത് ഒരു സ്റ്റോക്ക് വാങ്ങണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ. പല ആളുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ളതൊക്കെയാണ് കുറച്ചും നല്ലത്. മറ്റേ നമുക്ക് കുറച്ചും കൂടി ഒരു എമൗണ്ട് ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പം ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഡെപ്പോസിറ്ററീസ് ആണ്. ഡെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങുന്ന ഷെയറുകളെല്ലാം തന്നെ നോക്കുന്ന ഡെപ്പോസിറ്ററി സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് മെയിൻലി രണ്ട് ഡെപ്പോസിറ്ററി സിസ്റ്റം ഉണ്ട്. ഒന്ന് NSDL, രണ്ട് CDSL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഡിജി ലോക്കറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പേരിൽ ഏതെങ്കിലും കാണാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കാം. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ആവുന്നത് എന്നുള്ളത്. ഇവിടെ ABC എന്ന് പറഞ്ഞൊരു കമ്പനി IPO ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കമ്പനിക്ക് ഫണ്ട് ആവശ്യമുള്ള IPO സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ഏതെങ്കിലും ഒരു ബയർ വന്നിട്ട് വാങ്ങണം. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രൊസീജിയർ കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ വന്നിട്ട് ഒരു ബ്രോക്കറെ സഹായത്തോടു കൂടി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു ബ്രോക്കർ ടെർമിനൽ കാണാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കും, ഒരു ബ്രോക്കറിൽ നോക്കുന്ന സമയത്ത് ABC എന്ന് പറഞ്ഞ ഒരു കമ്പനി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ABCൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഷെയർ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രോക്കർ അത് പോയിട്ട് വാങ്ങും. ഓക്കെ, അത് വാങ്ങും. അപ്പോൾ അതോടെ ഈ ABC എന്ന് പറഞ്ഞുള്ള കമ്പനീൻ്റെ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുകയാണ്, എനിക്ക് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ABC എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ എനിക്ക് വേണ്ട, എനിക്ക് വിൽക്കാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ നേരെ ബ്രോക്കറോട് പറഞ്ഞ സമയത്ത് ബ്രോക്കർ അവിടെ പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് തപ്പും ആർക്കെങ്കിലും ABC എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് വേണോ എന്നുള്ളത്. അപ്പോൾ വേറെ ഒരു ഇൻവെസ്റ്റർ ഇതേപോലെ വന്നിട്ട് ബ്രോക്കർ ത്രൂ വന്നിട്ട് പറഞ്ഞാൽ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ട്രാൻസാക്ഷൻ മാച്ച് ചെയ്യുമ്പോൾ നമ്മളെ ട്രാൻസാക്ഷൻ നടക്കും. ഇവിടെയാണ് ബൈ ആൻഡ് സെല്ലുകൾ നടക്കുന്നത്. അപ്പം ഇനി ആ ഒരാൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ വന്നിട്ട് ഇവിടെ വിൽക്കുമ്പോൾ വേറെ ഒരാളൊന്ന് വാങ്ങും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നു പോകുന്നതാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു സ്റ്റോക്ക് മേടിക്കുകയും അതിനുശേഷം നിങ്ങൾ ഒരു വൺ ഇയറിന് ശേഷം, ഒരു വർഷത്തിന് ശേഷം വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു സ്റ്റോക്ക് മേടിച്ചു, ഞാനൊരു 5-6 മാസം കഴിയുമ്പോൾ വിറ്റാൽ അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ല. അതേപോലെ ഞാനൊരു സ്റ്റോക്ക് മേടിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും രണ്ടും രണ്ടാണ്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഒരു കൊല്ലത്തിന് മുന്നെയാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ട്രേഡിംഗ് എന്നാണ് പറയാം. ഓക്കെ, ഇഫ് യു ബൈ എ ഷെയർ ആൻഡ് ഇറ്റ് സെൽ ഇറ്റ് ബിഫോർ 1 ഇയർ ഈസ് കോൾഡ് ട്രേഡിംഗ്. ഓക്കെ, അപ്പം ഒരു വർഷത്തിന് ശേഷം വിൽക്കുന്നതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്നും ഒരു വർഷത്തിനുള്ളിൽ വിൽക്കുന്നതിനെ നമ്മൾ ട്രേഡിംഗ് എന്നാണ് പറയാം. ഇവിടെ നമുക്ക് ട്രേഡിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് പൊസിഷണൽ ട്രേഡ് ഉണ്ട്, സ്വിംഗ് ട്രേഡ് ഉണ്ട്, ഇന്റർവേ ട്രേഡ് ഉണ്ട്. പൊസിഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വാങ്ങി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിൽക്കുന്നത്. അതിനെന്ത് പറയും, അതിനെ പൊസിഷണൽ ട്രേഡ് എന്ന് പറയും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇന്ന് വാങ്ങി ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ വിറ്റു. ഓക്കെ, അതിന് നമ്മൾ സ്വിംഗ് ട്രേഡ് എന്നാണ് പറയുന്നത്. കൂടുതൽ ആളുകളും ചെയ്യുന്നത് സ്വിംഗ് ട്രേഡ് ആയിരിക്കും. അതിനേക്കാൾ കൂടുതൽ ആൾ ട്രേഡ് ചെയ്യുന്നതാണ് നമുക്ക് ഇൻട്രാഡേ എന്ന് പറയാം. ട്രേഡ് വിത്തിൻ എ ഡേ, അതായത് നിങ്ങൾ ഇന്ന് മാർക്കറ്റ് 9:15 മുതൽ 3:30 വരെയുള്ള സമയത്ത് നിങ്ങൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റും അതേപോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റും അതേപോലെ തന്നെ നെഗറ്റീവ് എന്താണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റിൻ്റെത് വെൽത്ത് അക്യുമുലേഷൻ ആണ് ഒന്നാമത്. വെൽത്ത് അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ തന്നെ കാണാനായിട്ട് പറ്റുമോ, ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ലോങ് ടൈമിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ വെൽത്ത് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഇൻകം ജനറേഷൻ ആണ്. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ലാഭവിഹിതം, ഡിവിഡൻഡ്, നിങ്ങൾ ബോണ്ട് വാങ്ങിയാൽ അതിന്റെ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൊല്ലത്തിൽ കിട്ടുന്നതാണ്. ഇതിനാണ് ഇൻകം എന്ന് പറയുന്നത്. വളരെ വലിയൊരു ഇൻകം ആയിരിക്കില്ല, എന്നാലും ചെറിയ രീതിയിലൊരു ഇൻകം തന്നെ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഫ്ലേഷൻ ഹെഡ്ജിങ്, അതായത് നമുക്കറിയാം നമുക്ക് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 7% അടുത്താണ് നമുക്കിത് ഇൻഫ്ലേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നൊരു രൂപ, ഒരു 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നിങ്ങൾ വാങ്ങുന്നത് 107 രൂപയ്ക്കായിരിക്കും അത്.
അപ്പോൾ പണത്തിന്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ കവറപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കാര്യം. അതായത് നിങ്ങൾ 100 രൂപ ഒരു എഫ് ഡിയിൽ ഇട്ടാൽ നിങ്ങൾക്ക് 105 രൂപയായിരിക്കും അടുത്ത കൊല്ലമാകുമ്പോൾ, അല്ലെങ്കിൽ 106 രൂപ. ഇതേ സെയിം സാധനം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇൻഫ്ലേഷൻ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ ആണ്. നിങ്ങളിപ്പോൾ വാങ്ങി അപ്പം തന്നെ നമുക്ക് എന്തായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പ്രോപ്പർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പം അതിനുശേഷം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് ആണ്. മാർക്കറ്റ് ക്രാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഓവർനൈറ്റ് റിസ്ക് ഉണ്ട്. ഓവർനൈറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യുദ്ധം പോലുള്ള ഒരു ക്രൈസിസ് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇമ്പാക്ട് സംഭവിക്കും. ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കമ്പനികൾക്ക് കൂട്ടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, മാർക്കറ്റ് താഴെ പോകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ പോകും. ഓക്കെ, അപ്പം നമ്മളെ ഇലക്ഷന്റെ സമയത്തൊക്കെ നല്ല രീതിയിൽ 7% എഫ് ഡി താഴെ പോയിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ലോ റിട്ടേൺ ആയിരിക്കും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും അധികം കിട്ടാൻ ചാൻസസ് ഇല്ല, വളരെ സ്ലോയിലായിരിക്കും റിട്ടേൺ കിട്ടുക. പക്ഷേ നല്ല രീതിയിൽ റിട്ടേൺ ആയിരിക്കും. ഓവർ ദ ടൈം നിങ്ങൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ ആയിരിക്കും. ഓക്കെ, ലോ റിട്ടേൺ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഗെറ്റിംഗ് ദ പ്രോഫിറ്റ് ഓൺ ലോങ് റൺ. അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് റണ്ണിൽ നിൽക്കണം. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാണ്. അതായത് നിങ്ങളൊരു 10 സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കും നമുക്ക് ഒരേപോലെ മൂവ് ചെയ്യില്ല. ചില സ്റ്റോക്ക് നെഗറ്റീവിൽ പോകും, ചില സ്റ്റോക്ക് എന്തായിരിക്കും പോസിറ്റീവിലേക്ക് പോകും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് നമുക്ക് എന്ത് വരുന്നത്, ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇൻ 2001 ഒക്ടോബർ MRF ഷെയർ വേർ 400 രൂപ ഉണ്ടായിരുന്നു. 2001 ഒക്ടോബറിൽ MRFിന്റെ വില എത്രയായിരുന്നു, ഒരു ഷെയറിന്റെ വില 400 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 2024 ഡിസംബറിൽ നമുക്ക് 1,33,000 ആയിരുന്നു. അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? 1,33,000 ആയിരുന്നു. അതിന്റെ ചേഞ്ച് തന്നെ ഓൾമോസ്റ്റ് 33,250% ആണ് ചേഞ്ച് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അതേസമയം ഓൾമോസ്റ്റ് നമുക്ക് 2001 കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 4,000 രൂപയ്ക്കായി തോന്നുന്നുണ്ട് എന്തിന്റെ വില, നമ്മളെ ഗോൾഡിന്റെ വില. ഓക്കെ, ഇപ്പോൾ അത് ഓൾമോസ്റ്റ് 60,000, ഇയർലി 60,000 അടുത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ മതി ഇത്രമാത്രം ചേഞ്ച് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇൻ 2020 ജൂൺ ടാറ്റ മോട്ടോഴ്സിന്റെ വില എത്രയാണ്, 64 രൂപ. ഇപ്പോഴോ, അതായത് 2024 നമുക്ക് വരുന്നത് അതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 790 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതായത് 1234%. അതേപോലെ തന്നെ നമുക്ക് RVNLന്റെ വില 2020 ജൂണിൽ 10 റുപ്പീസ് ഉണ്ടായ സ്റ്റോക്ക് ഇന്ന് 460 രൂപയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേഞ്ച് എന്താണ്, ഇതെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 5-6 വർഷം നിങ്ങൾ കാത്തിരിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ്. അൺലിമിറ്റഡ് എന്ന് പറയാൻ ഒരു റീസൺ തന്നെ ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾ വൺസ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ചെയ്യാൻ പാടൂ എന്നുള്ളതല്ല, ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു തന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് 2013 റോയൽ എൻഫീൽഡും അതേപോലെ ഐഷർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞുള്ള കമ്പനി കൊളാബ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ചെന്നൈയിലാണ്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, അന്ന് 2013 ബുള്ളറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ 80,000, അതേപോലെ ഐഷർ മോട്ടോഴ്സിന്റെ ഒരു ഷെയറിന്റെ വില എന്ന് പറഞ്ഞാൽ 270. ഓക്കെ, യു ക്യാൻ ബൈ എ ബുള്ളറ്റ് ഓർ യു ക്യാൻ ബൈ ഐഷർ മോട്ടോർ ഷെയർ ഓൺ 80,000 റുപ്പീസ്. അപ്പം നിങ്ങളിപ്പോൾ 80,000 റുപ്പീസ് നിങ്ങൾ ബുള്ളറ്റ് വാങ്ങാം, അതേപോലെ തന്നെ 80,000 റുപ്പീസ് നിങ്ങൾക്ക് എന്താ ഐഷർ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങാം. ബുള്ളറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ് വേറെയാണ്, ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ വെൽത്താണ് ഉണ്ടാവുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം വലിയൊരു വണ്ടി വാങ്ങുന്നതിന് പകരം ചെറിയൊരു വണ്ടിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ബാക്കി പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന റിട്ടേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 80,000 റുപ്പീസ് നിങ്ങൾ ഷെയർ വാങ്ങിയാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് എന്താണ്, ഇഫ് യു ബൈ ഐഷർ മോട്ടോഴ്സ് ഷെയർ ഓൺ 80,000 റുപ്പീസ് യു ക്യാൻ ഗെറ്റ് 296 ഷെയർ. ഓക്കെ, നിങ്ങൾക്ക് എത്ര കിട്ടും, 296 ഷെയർ കിട്ടും. ആ ഒരു പൈസക്ക് 80,000 രൂപയ്ക്ക്. ഇൻ 2024 ഡിസംബറിൽ ഷെയർ പ്രൈസ് എത്രയാണ്, 4,825 അല്ലെ, 270 രൂപ എന്നുള്ളത് 4,825. യുവർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി 296 × 4,825, അതായത് 14,28,200 രൂപ. അപ്പൊ നിങ്ങൾ അന്ന് ഒരു 80,000ന്റെ വില എന്ന് പറഞ്ഞാൽ ഇന്ന് 14,28,200 രൂപ എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് 12 കൊല്ലം മാത്രമാണ് ഇവിടെ വ്യത്യാസം. 12 കൊല്ലം ആയിട്ടില്ല, 12 കൊല്ലത്തിനടുത്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ കാര്യത്തിലൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്യണമെങ്കിൽ എന്താക്കാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.